മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ആ വഴിയിലൊക്കെ മൊത്തവും ഒരു ബോട്ടിടാൻ മാത്രമുള്ള വെള്ളം ഉണ്ടാകും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്കൊരു കൊറിയർ വന്നു, അത് നീന്തി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നെ വരവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് രാജാവെ ഞങ്ങളുടെ പണി സാധനങ്ങളെന്ന് പറയുന്ന പോലെ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കൂടെ കട്ടക്ക് നിന്നേച്ച എൻ്റെ ട്രൈപ്പോഡാണ് കേട്ടോ. അതിൻ്റെ പഴയതാണ്. അപ്പോൾ പുതിയ ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ട് അപ്പം കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ വലിച്ച് പറിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. ഇനിയുള്ള കാര്യം പറയാല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള കണ്ട വീഡിയോ മൊത്തം കണ്ടിട്ടാണ് കേട്ടോ ഈ റിംഗ് ലൈറ്റ് സെറ്റ് അടക്കമുള്ള ഒരു ട്രൈപോഡ് വാങ്ങിയത്. പക്ഷേ എനിക്കതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. ഞാൻ ഈ ലൈറ്റൊന്നും ഓൺ ചെയ്യില്ല, വെറുതെ സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുമെന്ന് മാത്രം. പിന്നെ വാങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് ഒരു വർഷം വരെ ഉപയോഗിച്ചിട്ട്, പിന്നെ അതുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണും പിടിച്ചൊക്കെ അത് ഒടിഞ്ഞ് പാളീസായിട്ടിരിക്കണമായിരുന്നു. പിന്നെ ചേട്ടൻ പ്ലാസ്റ്ററൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വർഷം വരെ ഉപയോഗിച്ചോട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് പഴയത് വാങ്ങിയത്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ വെച്ചിട്ട് മാക്സിമം അങ്ങോട്ട് ഊറ്റാട്ടെ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് 802 രൂപ ഉണ്ടായിരുന്നുള്ളേ. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2000 സംതിങ് രൂപ. നല്ല മൂവിങ്ങുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി ഞാൻ ഒരാഴ്ച മുന്നേ ഓർഡർ ചെയ്തത് എത്ര നന്നായി എന്ന്. നമ്മുടെ പഴയ ട്രൈപോഡ് പോലെ അല്ല കേട്ടോ, ഇതിന് കുറച്ച് സുനാപ്പികൾ കൂടുതലാണ്. ഇനി പുതിയതായിട്ട് ഞാൻ ഉപയോഗിക്കണം കൊണ്ടിട്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇനി പഠിച്ച് വരണം. അപ്പോൾ ചേട്ടൻ പറയണത് ഈ 2 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പണിക്കുറ്റം കഴിച്ചെടുക്കുമെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ മൈക്കും ഉണ്ട്, അതുപോലെ തന്നെ റിമോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ റിമോട്ട് ഞങ്ങൾ തിരിച്ചിട്ടും മറിച്ചിട്ടും എങ്ങനെയൊക്കെയാണെന്ന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ലേ. പിന്നെ അതേ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാട്ട് പാടണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാട്ട് പാടി നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും സൗണ്ട് കുറവ് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യിക്കാൻ നോക്കി. അപ്പോൾ അതിന് മുൻപ് ആമിക്കുട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ കേട്ടോ? ഹലോ ചെക്ക്, ഹലോ ഹലോ ഹലോ. അങ്ങനെ ദേ മൈക്ക് ടെസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫാഷൻ ഷോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ കുറേ ആലോചിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ ഓരോ വീഡിയോസ്